ഹായ്, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കടിയിൽ ഭയങ്കര മോശമായിട്ട് കമൻറ്റുകൾ വരുന്നു. കാരണം ഈ വണ്ടിയുടെ നേരത്തെ ഉള്ള ആൾക്കാരെ ഞാൻ അപമാനിക്കുകയാണ്, അല്ല അവരെ നാണം കെടുത്തുകയാണ്, അത്രയും വലിയ വണ്ടിക്കാരെ ഞാൻ മോശക്കാരാക്കുകയാണ്. അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഈ വണ്ടി ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോ തുടങ്ങുമ്പം ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ട്. അപ്പം ഞാൻ അതനുസരിച്ചായിരിക്കും കാര്യം പറയുന്നത്. അല്ല ഇന്ന ആൾ തന്നപ്പോൾ എനിക്ക് ഇന്നതുപോലായി, അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ ആയിരുന്നു, ഇതൊന്നും ഞാൻ ഒരു വ്യക്തിയുടെയും പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് കുറേ പേര് ആൾക്കാർ കമൻറ്റ് വന്നിരിക്കുന്നുണ്ട്, നേരത്തെ ഉള്ള വണ്ടിക്കാരുടെ ഫാൻസ് ബേസ് വെച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ റീച്ച് ആയിരിക്കുന്നത് എന്നൊക്കെ. അല്ല, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മുന്നോട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമേ എൻ്റെ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാത്തിലും കുറ്റം കാണും. കാരണം ഞാനായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പം എന്നിലെ കുറവുകളും എൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. കാരണം ഇതിനിടയ്ക്ക് ഞാൻ രാത്രി ലൈവ് ഇടുന്നുണ്ട്. കുറച്ച് കുട്ടികൾ, കൊച്ചു പിള്ളേരും കുറച്ച് ചേട്ടന്മാരൊക്കെയാണ് നമ്മുടെ ലൈവ് കാണുന്നത്. അപ്പോൾ സപ്പോർട്ട് ലൈവ് എന്നാണ് ഞാൻ അതിന് പറയുന്നത് പോലും. എന്നുവെച്ചാൽ അതിനകത്തിൽ വലിയ കഥയും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ എനിക്ക് സപ്പോർട്ട് എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കഷ്ടപ്പാടിലൂടെയാണ് യൂട്യൂബിനകത്ത് റീച്ച് ആയാലും ഈ വണ്ടി 4 പേര് എൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ വണ്ടി വാങ്ങിച്ചു ഒരു ബന്ധമില്ല. പിന്നെ ആ ആൾക്കാർ എനിക്കത് ഔദാര്യമായിട്ട് തന്നൊരു സാധനമല്ല, ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അത് മോഹവില കൊടുത്ത് വാങ്ങിച്ചൊരു വണ്ടിയാണ്. അപ്പം അവരുടെ പേര് വെച്ച് ഞാൻ റീച്ചായി അങ്ങനെയുള്ള കാര്യം പറച്ചിലും ഒന്നും വേണ്ട. എൻ്റെ വണ്ടി ക്ലീൻ ചെയ്യുന്ന രീതി ഞാൻ വേറൊരാളെ കാണിക്കുമ്പം ഇതിന് മുമ്പുള്ള ആൾക്കാർ ക്ലീൻ ചെയ്യുന്നില്ലായിരുന്നോ, അവരുടെ പന്ന സർവീസായിരുന്നു, അവർ നിങ്ങളെ ഇത്രയും ഓട്ടം കൊണ്ട് ആൾക്കാരായിരിക്കുമല്ലോ. നിങ്ങൾക്ക് തോന്നാത്ത ഒരു കുറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ ഇത് 10 വർഷത്തെ ആയിട്ട് ചെയ്യാൻ വെച്ചിരുന്ന കാര്യം എന്തോ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചത്. 2018 ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2018 തൊട്ട് ഈ വണ്ടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ഇല്ല. അപ്പം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരാളുടെയും സെറ്റ് പണിഞ്ഞ ആൾക്കാരുടെയും കാര്യം പറയുന്നില്ല, വണ്ടി നേരത്തെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരുടെയും പറയുന്നില്ല. വണ്ടി ആദ്യത്തെ ഓട്ടത്തിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു, വർക്ക്ഷോപ്പ് പണി കിട്ടിയായിരുന്നു, ഞാൻ ആരെയും അറിയിച്ചില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒരു പൈപ്പ് ലീക്ക് മാത്രം കാണിച്ച് ഞാൻ അതുവഴി വെച്ച് തന്നെ വിട്ടു. കാരണം എനിക്കറിയാം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസുകാരെല്ലാം കൂടെ വന്നിട്ട് നമ്മളെ എയറിലാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, പാരഡൈസ് എന്ന് പറയുന്നൊരു വണ്ടി, അല്ലെ ബിബിൻ എന്ന് പറയുന്ന ഞാൻ, എന്നെ സ്നേഹിക്കുന്നവർ മാത്രം എൻ്റെ വീഡിയോ കാണുക. AC-യുടെ മോൾ ഭാഗം കാണിച്ചത് അത് ഞാൻ നിങ്ങൾക്ക് AC ബ്രോസിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത്. ഞാനൊരു വ്യക്തികളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ശ്രമിച്ചതല്ല. ഞാൻ കാണിച്ചു തന്നാൽ ഇതേപോലെ ഇരുന്ന് തുരുമ്പാവാതിരിക്കാൻ. ഇത് വേറെ 2 വണ്ടികളുടെ കേട്ടോ. ഒരു വണ്ടിക്കകത്തിൽ തുരുമ്പും ഒരു വണ്ടിക്കകത്ത് എലി കയറിയതുമാണ്. നമ്മൾ ഇടയ്ക്ക് കയറി ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറി ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് വിട്ടത്. അത് നിങ്ങളൊരു വണ്ടി ഉപയോഗിക്കുന്ന ആളോ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇതൊക്കെ കാണണം, ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലെ പഴയ ആൾക്കാർ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ, സീറ്റേലെ പൊടി. നിങ്ങളുടെ വീട്ടിലെ സോഫ സെറ്റ് ഉണ്ടല്ലോ, വെളിയിലോട്ട് എടുത്തൊരു കമ്പ് വെച്ച് കൊട്ടിയാലും ഈ പറയുന്ന സെയിം പ്രശ്നമകത്ത് കാണാം, പൊടി. അതെല്ലാം എത്ര ക്ലീൻ ചെയ്താലും പോകത്തില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഇത്ര പറയുന്നുള്ളൂ, ഒരുപാട് വട്ടം ഒരു സാധനം ക്ലീൻ ചെയ്യുമ്പോൾ അതൊരു വട്ടം വൃത്തിയായിട്ടിരിക്കും. കാര്യം പറഞ്ഞുകൊണ്ട് വാക്കം വെച്ച് ക്ലീൻ ചെയ്താൽ പോരെ എന്ന് വെച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാക്കം വെച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ ഒരു ബസ് ക്ലീൻ ചെയ്യാനാവും. ഈ സീറ്റ് ഫുള്ള് ഞാൻ മാറാൻ വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ 60,000 രൂപ നമുക്ക് ചാർജ് ആവുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു 60 ദിവസമായി എൻ്റെ ഈ വണ്ടി വന്നിട്ട് 4 ഓട്ടമാണ് ഓടിയത്. അപ്പോൾ ഈ മാസത്തോടെ CC പൈസയോടെ കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം ഞാൻ എവിടെയെങ്കിലും കടം വാങ്ങിച്ചടച്ചാലേ ഇതിൻ്റെ CC അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള ഓട്ടമല്ലേ ഈ വണ്ടിക്ക്. ഈ മാസം മൊത്തം 5 ഓട്ടമാണ് എനിക്ക് കിടക്കുന്നത്. 5 ഓട്ടം ഓടിക്കഴിഞ്ഞാൽ ഒരിക്കലും 1,90,000 രൂപ ഈ വണ്ടിക്ക് CC അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ 3 മാസം കൊണ്ടിരിക്കും 50,000 രൂപ ഈ വണ്ടിക്ക് ക്ഷേമനിധിയും ടാക്സുമായിട്ടുണ്ട്. എനിക്ക് തീരെ വയ്യ, എനിക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആരും നെഗറ്റീവ് അടിക്കാനായിട്ട് എൻ്റെ വീഡിയോ കാണണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പിന്നെ നെഗറ്റീവ് അടിക്കുക, ജനിപ്പിച്ച ദൈവത്തെ പോലും കുറ്റം പറയുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം എന്നെപ്പോലൊരു വ്യക്തി ടപ്പെന്ന് കയറി വരുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ഞാൻ അതിലൊന്നും കാര്യമാക്കുന്നില്ല. ഇതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ കൊണ്ടാണ് ഞാൻ ചെയ്തത്. എങ്ങനെയൊക്കെയോ നിങ്ങളൊക്കെ എന്നെ കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ പത്തനംതിട്ടയിലുള്ള ചുരുക്കം ചില ആൾക്കാരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാം മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, എറണാകുളം, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്നൊക്കെയാണ് എന്നെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നോട് പൈസ വേണമെന്ന് വരെ ചോദിച്ചവരുണ്ട്.
ഞാൻ ഒരു കുഞ്ഞുങ്ങളുടെയും പൈസ കണ്ടിട്ടില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് സമയം മാത്രമാണ്. സമയം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെല്ലാം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് സമയം കളയുന്നു. ചിലപ്പം കാർട്ടൂൺ കണ്ടിട്ടായിരിക്കും, സിനിമ വീഡിയോസ് കണ്ടിട്ടായിരിക്കും. നിങ്ങൾ തുച്ഛമായിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഈ ഇടുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. എല്ലാ വീഡിയോ ഒന്നും അരമണിക്കൂറില്ല, കാരണം അതിനുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോക്കകത്തിലില്ല. ഈ ഒരു വണ്ടി വെച്ച് ഈ വണ്ടിക്ക് ഓട്ടോ ഇല്ലാതെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പറ്റും? ഇങ്ങനെ ആലോചിക്കുക. എനിക്ക് ആരും ഔദാര്യമായിട്ട് തന്നൊരു സാധനമല്ല. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലെ കളറാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ 1,10,000 രൂപ ആവും. ഈ വീഡിയോക്കകത്ത് ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇട്ടേക്കാം. അത്ര ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവരുടെക്കല്ല ഞാൻ പറയുന്നത്, എന്നെ മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരോടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആരും പൈസ തരണമെന്നല്ല. അത്ര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇടാം. 1,10,000 രൂപ പെയിൻറ്റിങ്ങിനും ഫുള്ള് ബോഡി ലൈറ്റ് മാറാൻ ഒരു 20,000 രൂപ ആവും. ആർക്കെങ്കിലും 1,30,000 രൂപ അത്ര ദണ്ണപ്പെട്ട് എന്നിൽ എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഫാൻ ബേസൊക്കെ വെച്ച് വലിയ വിഷമം കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ 2018 മോഹവില കൊടുത്ത് ഞാൻ എടുത്തതാണ്. അത് കൂടുതലോ കുറവോ അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ വണ്ടി ഉപയോഗിച്ച് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ കുറേ പേര് വിളിച്ച് പറയുന്നുണ്ട്, എന്തിനാണ് ആ വണ്ടി എടുത്തത്, അതിൽ നല്ല വണ്ടി കിട്ടത്തില്ല. എൻ്റെ ഇഷ്ടം ഇത്രയും നല്ലൊരു എൻ്റെ ഒരു താല്പര്യം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആളുടെ കയ്യിൽ നിന്ന് താക്കോല് കിട്ടുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യം. ഞാൻ അത്രമേൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾക്കാരെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കുറ്റവും കുറവും പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ വണ്ടിക്ക് ആദ്യത്തെ പ്രശ്നം ഒന്ന് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് വണ്ടി തന്ന ഒരു വ്യക്തിനെ അടുക്ക വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇതേപോലെ പ്രശ്നമുണ്ട്. അവർ പറഞ്ഞു, ഞാൻ ഓടിയല്ലോടാ നിൻ്റെ ഈ വണ്ടി കൊണ്ട് തന്നെ, അന്നേരം ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ ഇന്ന് വരെ അവരുടെ അടുക്കൽ ഒരു പണിയും പറഞ്ഞ് വിളിച്ചിട്ടില്ല. വണ്ടിക്ക് ഓടുന്നുണ്ട്, വർക്ക്ഷോപ്പ് പണികൾ വരുന്നുണ്ട്. പക്ഷേ ഞാനിത് പുറത്ത് കാണിക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കിതറിയാം. ഞാൻ എന്തെങ്കിലും വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ടപ്പെന്ന് ഇത് വർക്ക്ഷോപ്പിൽ കയറ്റി പണിതെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. ഈ വണ്ടിക്കകത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സെറ്റോ കാര്യങ്ങളോ ഒരു ഐഡൻറ്റിറ്റിയും ഇതിനകത്തിലില്ല. ആ പെയിൻറ്റ് ഞാൻ മാറ്റാം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അത്രയ്ക്ക് നിർബന്ധം എന്ന് വെച്ചാൽ വേഗം മാറ്റണമെന്ന് നിർബന്ധമുള്ളവർ എനിക്കൊരു 1,30,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. ഇനി 2-3 പേരോ ആൾക്കാരായിട്ട് എനിക്ക് ചെയ്ത് തന്നാലും ഞാൻ പെയിൻറ്റ് മാറ്റിക്കോളാം. പിന്നെ ആ ആൾക്കാരുടെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഐഡൻറ്റിറ്റി അല്ലാതെ ഈ വണ്ടിയിൽ വേറെ എന്ത് കാണിക്കാൻ പറ്റും? ഈ വണ്ടി തന്നപ്പോൾ തൊട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. ഞാൻ കഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന് വേറൊരാൾ ക്രെഡിറ്റ് കൊണ്ടുപോകാന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരാൾക്ക് സത്യം പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ പറയുന്നു, എല്ലാവരുടെയും ഞാൻ ഒരുപോലല്ല പെരുമാറുന്നത്. എൻ്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തോടെ തെറ്റായിരിക്കും. കാരണം ഞാൻ മാന്യമായിട്ടേ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യാനാണ് എൻ്റെ തീരുമാനവും. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ആവണമെന്നും അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ പെരുമാറണമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ തെറ്റാണ്. കാരണം നിങ്ങൾ വരുന്നു, എന്നെ ഒരു പണി ഏൽപ്പിക്കുന്നു, അത് ചെയ്യുന്നു, അതിൻ്റെ പൈസ തരുന്നു. അതിനപ്പുറം വേറൊരാൾ എൻ്റെ സ്വഭാവത്തെപ്പറ്റി നോക്കേണ്ട ഒരാവശ്യവും ഇല്ല. അങ്ങനെ ഉണ്ടോ? നമ്മൾ ആർക്ക് കയ്യിൽ അടിമകളാണോ? അല്ല. അപ്പം ഞാൻ ഇത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വണ്ടി ഇതിൻ്റെ നേരത്തെ ഉള്ള ആൾക്കാരെ അപമാനിക്കാനോ മോശപ്പെടുത്താനോ ഉള്ള പരിപാടിയിൽ ഒരു വീഡിയോയും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ വണ്ടിക്കകം ക്ലീൻ ചെയ്യാൻ നേരം കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്തിൽ എന്തെങ്കിലും പറയുക, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ച് ഞാൻ CC അടച്ച് ഞാൻ റോഡ് ടാക്സ് അടച്ച് എൻ്റെ പേരിൽ RC കിടക്കുന്ന ഒരു വണ്ടി, അത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇതിന് മുമ്പുള്ള ആൾക്കാരുടെയൊക്കെ ചോദിക്കേണ്ടോ അല്ലെ അവരെ കമ്പയർ ചെയ്ത് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ സഹോദരങ്ങൾ, കൊച്ചു പിള്ളേരാവാം, ചേട്ടന്മാരാവാം, ആൻറ്റിമാരാവാം, സ്ത്രീകളോ പല ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നതാണ്. അവർ ഈ കമൻറ്റ് വായിക്കുമ്പോൾ എന്നെ മോശമായിട്ടോ അല്ലെങ്കിൽ ഞാൻ വണ്ടി വാങ്ങിച്ച ആൾക്കാരെ മോശമായിട്ടോ ഒരു കാരണവശാലും ചിന്തിക്കാനിടയാവേണ്ട ആവശ്യമില്ല ഇതിൽ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ചിലപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് എനിക്ക് കയറി ഡിലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കമൻറ്റ്. പക്ഷേ അത് അതിനകത്ത് തന്നെ കിടക്കട്ടെ. നിങ്ങളായിട്ട് കണ്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തോ. ഞാൻ ഒരു വ്യക്തിയുടെയും പേരെടുത്ത് പറഞ്ഞ് ആരെ അപമാനിക്കാൻ നോക്കിയിട്ടും ഇല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ആ റീച്ചുള്ള അത്രയും ഫാൻസ് ഉള്ള ഒരു വണ്ടിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടി എന്തോ കൂടുതൽ ഓടിയോ? 4 ഓട്ടോ അല്ലേ ഓടിയുള്ളൂ. 4 ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ 2 മാസത്തെ CCയും ടാക്സും അടയ്ക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് വന്ന് കമൻ്റ് അടിച്ചോ. ഒരിക്കലും ഇല്ല. ഞാൻ ആ ടയറുകടെ കിടന്ന് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയാണ് ഞാൻ ഇതിൽ കൊണ്ട് കളയുന്നത്. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ മുടക്കുന്നത്. കളയുന്നെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മോശമാണ്. ആരും എന്നെ നിർബന്ധിച്ചല്ല, എൻ്റെ ഇഷ്ടം. എൻ്റെ ഫാമിലിയെ പോലും ഞാൻ മാറ്റി നിർത്തിയിട്ട് ഈ വണ്ടിയുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ ഞാൻ വണ്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ ഒരുപാട് പൈസ പോയിട്ടും ഞാൻ 17,000 രൂപ വെച്ച് നേരത്തെ നടത്തിയ വണ്ടിയുടെ CC ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കും. CC അല്ല, അതിനുവേണ്ടി ഞാൻ എടുത്ത ലോണ്. CC വണ്ടിയല്ല എൻ്റെ പേരിൽ നിന്ന് പോയി. ഒരു വണ്ടി എൻ്റെ പേരിൽ കിടക്കുകയാണ്. എടുത്ത ആൾക്കാർ കറക്റ്റ് CC അടയ്ക്കുന്നുണ്ട്. എനിക്കങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആരെയും അപമാനിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എൻ്റെ വണ്ടിക്കകത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഞാൻ ക്ലിയർ ചെയ്യുമ്പം എനിക്ക് വീഡിയോ എടുത്തിടുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അത് 4 പേര് കാണണം, വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇടുന്നത്. പിന്നെ അതേപോലെ വണ്ടിയുടെ മോഹവില ഞാൻ വേറൊരു
വീഡിയോയുടെ ഇതിനകത്തിൽ ആഡ് ചെയ്തേക്കാം. വീഡിയോ അല്ല, ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വലിയൊരു വണ്ടിക്കാരുടെ കേട്ടോ, അവരുടെ വണ്ടിയുടെ പേരുണ്ട്. പക്ഷേ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ടൂറിസ്റ്റ് ബസ് ഒരിക്കലും വണ്ടിയുടെ വില വണ്ടിയുടെ മോഡൽ വില വെച്ചിട്ടല്ല ആൾക്കാർ എടുക്കുന്നത്. വണ്ടിയുടെ മോഹവില എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് അവരവരുടെ ഇഷ്ടമാണ്. അത് പൈസ ഉള്ളവൻ അങ്ങനെ വാങ്ങിക്കും, കച്ചവടക്കാരൻ്റെ മൈൻഡ് വാങ്ങിക്കും. ഈ വണ്ടി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുടെ അത്യാവശ്യം നല്ല സെറ്റായിരുന്നു. ഞാൻ മാറ്റിയത് എന്തുകൊണ്ടാണ്? എൻ്റെ വണ്ടി ആഗ്രഹിച്ച് വിളിക്കുന്നവർക്ക് ഒരു കുറവും അല്ല, ഇതിനെ മണ്ടയ്ക്ക് വേറൊരു വണ്ടി വരരുതെന്നല്ല, ആരുടെ മുന്നിൽ താന്ന് നിൽക്കരുത് എന്ന് വെച്ചാൽ നാണം കെടരുത്. എവിടെയെങ്കിലും പോയി പാട്ടിട്ട് അല്ലെ ഓക്കലിട്ട് നമ്മളെ നാണം കെടുത്തരുതെന്ന്, എങ്ങും തല താഴ്ത്താൻ ഇടയാവരുതെന്ന് വിചാരിച്ച് ഇല്ലാത്ത പൈസ മുടക്കി ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 6 ലക്ഷം രൂപയുടെ സെറ്റ് മാത്രം ഞാൻ ഈ വണ്ടിക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പൈസ ഉണ്ടായിട്ടല്ല സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആഗ്രഹമാണ്. നിങ്ങളെപ്പോലെ ഒരു 10 പേര് സപ്പോർട്ട് അല്ലെ 20 പേര് സപ്പോർട്ട് ചെയ്യുമ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് തുച്ഛമായിട്ട് എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കാം. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് അതിനു വേണ്ടിയിട്ട് അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഇതിൻ്റെ അകത്തിലെ പൈസ കിട്ടുന്നതൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇത്രയും ദിവസം കാര്യം പറഞ്ഞിട്ടിരുന്നത്. അത് വിട്ടേരെ. എനിക്ക് എത്ര കിട്ടിയാലും അത് ഞാൻ നിങ്ങളോട് പറയും. വണ്ടി ഓടി കിട്ടിയാലും ഞാൻ നിങ്ങളോട് പറയും. അന്നുള്ള ഡെയിലി ബാലൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കുക. കാരണം അത് പറയരുതെന്ന് എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് പറഞ്ഞു. ഡെയിലി ബാലൻസ് ഇനിയില്ല. മാസത്തിലൊരിക്കലെ വരവ് ചെലവ് കണക്കുകൾ ഞാൻ പറയും. ഇന്ന ഓട്ടത്തിന് ഇന്നത് കിട്ടിയെന്ന് പറയത്തില്ല. പക്ഷേ പണിയുന്ന പൈസയും മുടക്കുന്ന പൈസയും ഞാൻ കറക്റ്റായിട്ട് പറയും. എൻ്റെ വീഡിയോ കണ്ട് ആരെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു 6 മാസം കണ്ട് ഞാൻ ഇതിൻ്റെ അകത്തിലെ കഷ്ടപ്പാടുകൾ ഡയറക്റ്റ്, ഒരു കുഞ്ഞുങ്ങളും പറഞ്ഞു തരത്തില്ല, ഒരു കുഞ്ഞുങ്ങളും സത്യസന്ധമായിട്ട് പറയുന്നതല്ല. നമ്മൾ പോയി കുഴി ചാടിക്കഴിഞ്ഞ് പറയും, ഓ നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ ഇത് പറഞ്ഞു തന്നേനെ, നിനക്ക് വിഷമം ആവത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് സെൻറ്റി ഡയലോഗൊക്കെ അടിക്കും നമ്മൾ കുഴി വീണ് കഴിയുമ്പോൾ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഓട്ടം 6 മാസം വണ്ടി ഓടും, 6 മാസം കൈ കിടക്കും. നിങ്ങൾ ആലോചിക്കണം, 1 ലക്ഷം രൂപ ടാക്സ് പൈസ ആയിട്ടും പോകും, ഇൻഷുറൻസ് പകുതി നമ്മുടേത് പോകും, CC പൈസ പകുതി നമ്മുടേത് പോകും. എന്ത് കിട്ടുമെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നെ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി കേട്ടോ. നെഗറ്റീവ് അടിക്കാൻ വരുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പം എൻ്റെ ഓവർ സ്പിരിറ്റ് ആണോ അഹങ്കാരമാണോ അല്ല തൻ്റെ ഇടം കൂടിയെന്നോ ഒന്നും വിചാരിക്കേണ്ട. ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ അടുക്ക മോശമായിട്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്നെ താഴ്ത്തി കെട്ടാൻ ആരെങ്കിലും നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. നേരത്തെ ഉള്ള ആൾക്കാരുടെ പേര് വെച്ചിട്ട് ഈ വണ്ടിക്ക് എത്ര ഓട്ടം ആൾക്കാർ എനിക്ക് തന്നു. അങ്ങനെ ഒരു ഓട്ടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. ഈ നേരത്തെ ഉള്ള ആൾക്കാരുടെ പേരിൽ ഈ വണ്ടി ആരും വിളിക്കുകയോ ഓട്ടം തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടിക്കകത്ത് നേരത്തെ ഉള്ള ആൾക്കാരുടെ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇതിൽ നിന്ന് വരുന്ന ജെയ്സും പ്രകാശിൽ നിന്ന് വരുന്ന ബോഡി അല്ലാതെ ഈ വണ്ടിക്കകത്തിൽ അവരുടേതായിട്ട് ഒന്നും ഞാൻ നിലനിർത്തിയിട്ടില്ല. വെളിയിലെ പെയിൻറ്റേ ഉള്ളൂ. പൈസ ആകുമ്പോൾ ഞാൻ അതും മാറ്റും. അപ്പോൾ എല്ലാവരും എന്നെ തുടർന്ന് വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക.